ഹായ് ഫ്രണ്ട്സ്, എക്സലൻറ്റ് PSC അക്കാഡമിയുടെ റൈറ്റ് ട്രാക്ക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ടെൻസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെക്കുറിച്ചെല്ലാം വിശദമായി ഡിസ്കസ് ചെയ്തിരുന്നു. പ്രസൻറ്റ് ടെൻസിൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾ ശ്രദ്ധിക്കുക, കാണുക, പഠിക്കുക. പാസ്റ്റ് ടെൻസിൻ്റെ സിമ്പിൾ പാസ്റ്റും അതുപോലെ പാസ്റ്റ് കണ്ടിന്യൂസ് നമ്മൾ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പഠിക്കുന്നതിന് മുൻപ് തീർച്ചയായും നിങ്ങൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് കടക്കാൻ. ഇത് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്ത് എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ ടെൻസുകളിൽ സംഭവിച്ചിട്ടുള്ളത്, വെർബിന് എന്ത് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു, ഓക്സിലറി വെർബിന് സഹായക ക്രിയയ്ക്ക് എന്ത് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നെല്ലാം വ്യക്തമായി നിരീക്ഷിക്കുക. ഒബ്സർവേഷനിലൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാവുന്നതാണ്. ഈ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ വളരെ സിമ്പിളായി നിങ്ങൾക്ക് മാർക്ക് നേടാവുന്ന ചോദ്യങ്ങളാണ്. സോ നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഹി ഹാഡ് പ്ലേഡ് ടെന്നീസ്. ഈ ഒരു സെൻറ്റൻസ് കാണുമ്പോൾ നമുക്കിത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് എന്ന് മനസ്സിലായി. നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിച്ചത് ഹാസ് അല്ലെങ്കിൽ ഹാവ് എന്ന് പറയുന്ന രണ്ട് ഓക്സിലറി വെർബുകളാണ് എന്ന് നിങ്ങൾ ഓർക്കുമല്ലോ. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ഹാഡ് ആണ്. സഹായക ക്രിയ ഹാഡ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഓക്സിലറി വെർബ് ഹാസും ഹാവുമാണ് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബുകൾ ഹാഡ് മാത്രമാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഹി എന്ന സബ്ജക്റ്റ് എന്താണ് എന്ന് മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ക്രിയ ചെയ്യുന്ന ആൾ ആണ് കർത്താവ് അഥവാ സബ്ജക്റ്റ് ഒരാളാണ് എങ്കിലും ഹാഡ് എന്ന ഓക്സിലറി വെർബാണ് ഉപയോഗിക്കുന്നത്. ഒരാൾക്ക് പകരം സബ്ജക്റ്റ് അനേകങ്ങളായാലും ദേ എന്ന് പറയുമ്പോൾ 2 ആളാകാം, 10,000 പേരാകാം, 1,00,000 പേരാകാം. അവർ എന്നത് നിരവധി പേരാണ്. സോ നിരവധി പേരായാലും പ്ലൂരൽ ആയാലും നമ്മൾ ഹാഡ് എന്ന ഓക്സിലറി വെർബ് മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുക. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഹാസും ഹാവും ഉപയോഗിക്കുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഹാഡ് എന്ന ഓക്സിലറി വെർബ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധാപൂർവം നിങ്ങൾ നിരീക്ഷിക്കുക. ഇത് പെർഫെക്റ്റ് ടെൻസ് ആണ്. എല്ലാ പെർഫെക്റ്റ് ടെൻസുകളിലും നമ്മൾ വെർബിൻ്റെ ഏത് രൂപമാണ് ഉപയോഗിക്കുക? നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഉത്തരം ഇപ്പോൾ കടന്നു വന്നിട്ടുണ്ടാകും. സംശയിക്കേണ്ട, 3ാമത്തെ രൂപം. വെർബിൻ്റെ 3ാമത്തെ രൂപമാണ് എല്ലാ പെർഫെക്റ്റ് ടെൻസുകളിലും ഉപയോഗിക്കുക. എല്ലാ പാസീവ് വോയിസുകളിലും 3ാമത്തെ രൂപമാണ് ഉപയോഗിക്കുക. അതേപോലെ തന്നെ എല്ലാ പെർഫെക്റ്റ് ടെൻസുകളിലും 3ാമത്തെ രൂപമാണ് ഉപയോഗിക്കുക. ഇത് 3ാമത്തെ രൂപമാണ് എന്നെങ്ങനെ മനസ്സിലായി? കാരണം വെർബിൻ്റെ പ്ലേ എന്ന വെർബിൻ്റെ 2ാമത്തെയും 3ാമത്തെയും രൂപം ഒരുപോലെ ഇരിക്കുകയാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 3ാമത്തെ രൂപമാണ് എന്ന് നമുക്കിങ്ങനെ മനസ്സിലായി. അത് മനസ്സിലാക്കാനുള്ള എളുപ്പ വഴിയാണ് 3ാമത്തെ രൂപത്തിന് മുൻപ് ഓക്സിലറി വെർബായി ഹാഡ് വന്നിരിക്കുന്നു. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലായിരുന്നെങ്കിൽ ഇത് ഹാസോ ഹാവോ ആയി മാറുമായിരുന്നു. സോ ഹാസ്, ഹാവ്, ഹാഡ് എന്നീ ഓക്സിലറി വെർബുകൾക്ക് ശേഷം വെർബിൻ്റെ 3ാമത്തെ രൂപം മാത്രമേ ഉപയോഗിക്കൂ. അതിനാൽ നമുക്ക് മനസ്സിലായി ഇത് വെർബിൻ്റെ 3ാമത്തെ രൂപമാണ് എന്ന്. ഓക്കെ, ഇതാണ് ഹി ഹാഡ് പ്ലേഡ് ടെന്നീസ്, ദേ ഹാഡ് പ്ലേഡ് ടെന്നീസ് ആൻഡ് ക്രിക്കറ്റ്, ഐ ഹാഡ് പ്ലേഡ് ടെന്നീസ്. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലെ സെൻറ്റൻസ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, നിങ്ങളിവിടെ വെർബിൻ്റെ 3 രൂപങ്ങൾ കൊടുത്തിരിക്കുന്നു. മുൻപ് പല ക്ലാസ്സുകളിലും നമ്മൾ വെർബിൻ്റെ 4 രൂപങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഭാഗം വെർബിൻ്റെ 3 രൂപങ്ങൾ. ബിഗിൻ, ബിഗാൻ, ബിഗൺ, ബെൻറ്റ്, ബെൻറ്റ്, ബെൻറ്റ്. ടി എന്ന ലെറ്ററാണ് ഇവിടെയുള്ളത് എന്ന് ശ്രദ്ധിക്കുക. ബിക്കം, ബിക്കെയിം, ബിക്കം. കം, കം, കെയിം, കം എന്നതിൻ്റെ മുൻപിലൊരു ബി ചേർത്താൽ ബിക്കം, ബിക്കെയിം, ബിക്കം. ഇത്തരത്തിലുള്ള ഈ വെർബുകളെല്ലാം തന്നെ ബ്രോഡ്കാസ്റ്റ് എന്ന വെർബ് റീസെൻ്റ്ലി ഒരു PSC എക്സാമിനേഷന് ചോദിച്ച് കണ്ടിട്ടുള്ള വാക്കാണ്, വെർബാണ് ബ്രോഡ്കാസ്റ്റ്. ബ്രോഡ്കാസ്റ്റ്, ബ്രോഡ്കാസ്റ്റ്, ബ്രോഡ്കാസ്റ്റ് എന്ന് തന്നെയാണ് അതിൻ്റെ 3 രൂപങ്ങളും. സോ നിങ്ങൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചും ഈ പറയുന്ന വെർബുകളെക്കുറിച്ചും കൃത്യമായി ബോധമുള്ളവരായിരിക്കണമെങ്കിൽ നമുക്ക് എക്സാമിനേഷന് PSC എക്സാമിനേഷന് ഈ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ വളരെ സിമ്പിളായി നമുക്ക് അച്ചീവ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി നിങ്ങളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ
ഓർമ്മിപ്പിക്കുന്നു. പരമാവധി ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വിഷയവുമായി, നിങ്ങൾക്ക് ഉപകാരപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി നമ്മൾ എത്തുന്നതുവരെ ഗുഡ് ബൈ.